അങ്ങനെ ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരുന്ന വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ബേസിൽ ജോസഫും അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരനും നായകനായിട്ട് അഭിനയിക്കുന്ന ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന മൂവി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പോയി കണ്ടിരുന്നു. പക്ഷേ എനിക്ക് റിവ്യൂ അന്ന് ഇടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു സിനിമ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഇടണം തോന്നി. ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് അളിയന്മാർ തമ്മിലുള്ള ഒരു ടോക്സിക് റിലേഷനാണ്. ബേസിൽ ജോസഫ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് ആനന്ദേട്ടൻ അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിന്റെ പെങ്ങളെയാണ്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു കോമൺ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സസ്പെൻസ് ആണ്. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നില്ല. എങ്ങനെ ഇവർ തമ്മിൽ ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം അങ്ങ് വരും. ഒരു പക്ഷേ സ്വന്തം വീട്ടുകാരെക്കാളും അല്ലെങ്കിൽ കാമുകിയെക്കാളും അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയെക്കാളും ഒക്കെ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് തുടക്കത്തിലൊക്കെ എടുത്ത് കാണിക്കുന്നത്. പിന്നീട് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനുള്ള കാരണങ്ങളും അങ്ങനെ കുറച്ച് ഇവരുടെ പഴയ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നു പോകുന്നത്. പണ്ട് വെട്ടം പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ പല ഇന്റർവ്യൂവിലും പുള്ളി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വെട്ടമൊക്കെയാണ് അവസാനം ഇത്തരത്തിലുള്ളൊരു സിനിമ വന്നതെന്ന്. അതുപോലെയൊക്കെ തന്നെയാണ്. അതായത് ഒത്തിരി കാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയാനാണെങ്കിൽ ഒരു 10-25 ആക്ടേഴ്സ് തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത്. വന്നും പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്. ഒന്ന് നിഖില വിമൽ, അതായത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യയായിട്ട്, അതുപോലെ തന്നെ അനശ്വര രാജൻ ബേസിൽ ജോസഫ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയായിട്ട്. രണ്ടുപേരും അവരുടെ റോള് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, തമിഴ് നടൻ യോഗി ബാബു ഇതിൻ്റെ അകത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. അധികം വലിയൊരു റോളല്ല. ചിത്രത്തിന്റെ അവസാന പോർഷനിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. ഏതായാലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ റോള് വളരെ ഗംഭീരമായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പുള്ളി മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. ഏതായാലും അരങ്ങേറ്റം ഒട്ടും മോശമാക്കിയില്ല. അദ്ദേഹം തമിഴിലൊക്കെ ഭയങ്കര തിരക്കുള്ള നടനാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് നോക്കിയിട്ടാണ് പല സിനിമക്കാരും അല്ലെങ്കിൽ പല സൂപ്പർ സ്റ്റാറുകളും അവിടെ നിൽക്കുന്നത്. പക്ഷേ ആ സമയത്ത് പുള്ളി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്തു. ഏതായാലും വളരെ നന്നായിട്ട് തന്നെ പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷാണ് ഇതിൻ്റെ അകത്ത് ആനന്ദ് അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടർ ബൈജു സന്തോഷ് ഇതിൻ്റെ അകത്ത് ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടറായിട്ടാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി റോളുകൾ പല പല ചെറിയ ക്യാരക്ടേഴ്സ് വരെ ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി പോലെയുള്ള ആക്ടേഴ്സ്, അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ താരങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും വളരെ രസമായിട്ടുണ്ട്. ഇവരൊക്കെ ഒത്തിരി അധികം റോളുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ റോളുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഉഗ്രനായിരുന്നു. ചിത്രം ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി മൂവി തന്നെയാണ്. തുടക്കം മുതലേ നമുക്ക് ചിരിക്കാനായിട്ടുള്ള, ഫസ്റ്റ് ഷോട്ട് മുതൽ നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒത്തിരി സംഗതികൾ തന്നുകൊണ്ട് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഏതായാലും മിക്കവാറും കോമഡികളും തന്നെ എനിക്ക് വർക്കൗട്ടായി. മിക്കവാറും ആൾക്കാർക്കും വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം തിയേറ്ററിലുള്ള ആ ഒരു ചിരിയും കയ്യടിയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും നല്ല ഒരു കോമഡി മൂവി തന്നെയാണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ജോൺകുട്ടിയാണ്. ഒരു 2.5 മണിക്കൂർ ഉള്ള ഒരു സിനിമയാണ്. ഏതായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമ അധികം ലാഗൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ചിത്രത്തിനെ മെയിനായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മ്യൂസിക് തന്നെയാണ്. ഇതിൻ്റെ അകത്തെ സോങ്ങുകളെല്ലാം ഈ സിനിമയോട് യോജിച്ച് പോകുന്ന രീതിയിലുള്ള സോങ്ങുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അജു വർഗീസാണ് ഇതിൻ്റെ അകത്ത് പാടിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ ആ സോങ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സോങ്ങിന്റെ വിഷ്വലൈസേഷനും വളരെ ഗംഭീരമായിട്ടുണ്ട്. ക്ലൈമാക്സിനോടനുബന്ധിച്ച ഒരു സോങ് ആണ്. പല ഇന്റർവ്യൂസിലും പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. ക്ലൈമാക്സിൽ ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാ ആക്ടേഴ്സും ഈ ഒരു ക്ലൈമാക്സിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വെട്ടം പോലുള്ള ഒരു സിനിമയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ ചെയ്തെടുത്തു. മാത്രമല്ല പല സിനിമകളുടെ റെഫറൻസ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ദൃശ്യം, അതുപോലെ തന്നെ നന്ദനം, പിന്നെ റെഫറൻസ് സോങ്ങുകൾ, പഴയ സോങ്ങുകളുടെ യൂസേജ് അത് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അഴകിയ ലൈല എന്ന് പറഞ്ഞൊരു സോങ് ഒക്കെ നമുക്ക് ആ ഒരു സിനിമയിൽ നന്നായിട്ട് ചിരിയൊക്കെ വരുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ കുറെ സംഗതികൾ, അതുപോലെ തന്നെ ദൃശ്യം സിനിമയിലെ ഡയലോഗുകൾ, അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് വേണം പറയാൻ. ഏതായാലും നല്ല രീതിയിൽ വിപിൻ ദാസിന്റെ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഇതിനു മുന്നേ പുള്ളി ചെയ്ത സിനിമകളൊക്കെ ഹിറ്റാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ ജയ ജയ ഹേ വളരെ വലിയ ഹിറ്റാണ്. അതിനകത്തും ബേസിൽ ജോസഫ് തന്നെയായിരുന്നു നായകൻ. ബേസിൽ ജോസഫ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഫാമിലി സ്റ്റാർ എന്നൊരു പേരും കൂടെ പുള്ളിക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റാണ്. മാത്രമല്ല ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് ബേസിൽ ജോസഫ് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. ഏതായാലും അതിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ. തീർച്ചയായിട്ടും ഈ ഒരു അവധിക്കാലം അവസാനിക്കാറാകുന്ന സമയത്ത് ഇറങ്ങിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് കുട്ടികളോടൊപ്പം തന്നെ പോയിരുന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൽ ചില കോമഡികളൊന്നും ഇച്ചിരി ഓൾഡർ ജനറേഷന് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ പോലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ
മിക്കവാറും കോമഡികളും മനസ്സിലാവും. നമുക്ക് പല കോമഡികളും മനസ്സിലാകാതെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിരുന്നാലേ ചില കോമഡികൾ വർക്കൗട്ട് ആവുള്ളൂ. ഇതാണ് എനിക്ക് ഈ ഒരു സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ള കാരണം. വളരെ മികച്ച രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫാമിലി എന്റർടൈനർ മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. സിനിമ ഇതിനോടകം തന്നെ വളരെയധികം വലിയ ഹിറ്റായി കഴിഞ്ഞു. ഏതായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. വളരെ ഗംഭീരമായ സിനിമയാണ്. എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് അഭിപ്രായങ്ങളും അറിയിക്കുക. ഓക്കെ, താങ്ക് യു.